നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ബ്രസീൽ ടീമിലേക്ക് തിരിച്ചെടുക്കും മുമ്പ് നെയ്മർ ജൂനിയറെ വിളിച്ചു കാർലോ ആഞ്ചലോട്ടിയും CBFൻ്റെ ഡയറക്ടറും. എന്നിട്ട് വീഡിയോ കോളിലൂടെ കുറേ കാര്യങ്ങളങ്ങ് തുറന്നു പറഞ്ഞു. ടീമിലെടുക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും, ക്യാപ്റ്റനാക്കൂല, ബെഞ്ചിലിരുത്തും, നേരിട്ട് സ്റ്റാർട്ട് ചെയ്യൂല, സബ്സ്റ്റിറ്റ്യൂട്ട് റോളായിരിക്കും മിക്കവാറും, പിന്നെ സോഷ്യൽ മീഡിയയിൽ അനാവശ്യ പോസ്റ്റുകൾ പറ്റില്ല, ടീമിൽ ഇങ്ങനെയാണ് ബിഹേവിയർ ചെയ്യേണ്ടത്. നെയ്മറെ പോലൊരു സ്റ്റാറിനെ കാർലോ ആഞ്ചലോട്ടി ഹാൻഡിൽ ചെയ്ത രീതി ഇതാ പുറത്തേക്ക് വരുന്നു. ആ സ്റ്റാറിനെ മാറ്റി വെക്കണം, എന്നിട്ട് മതി, എന്നിട്ട് വേൾഡ് കപ്പിന് വന്നാൽ മതിയെന്ന്. യെസ്, ഇതാണ് ആഞ്ചലോട്ടി. ആരെയും കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി അദ്ദേഹത്തിനുണ്ട്. സോ വിശദ വിവരങ്ങൾ ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ പുറത്തുവിടുന്നു. ബിഹൈൻഡ് ദി സീൻസ്, നെയ്മറെ സ്ക്വാഡിലേക്ക് എടുക്കുന്നതിൻ്റെ ബിഹൈൻഡ് ദി സീൻസ്. അതായത് ഒരു നേരിട്ട് ഐ ടു ഐ സംസാരം നടന്നു. വീഡിയോ കോൾ വിളിച്ചു. എന്നാണ് ഈ വീഡിയോ കോൾ നടന്നത്? 4 ദിവസം മുമ്പാണ് കാര്യങ്ങൾ നടക്കുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കാർലോ ആഞ്ചലോട്ടി സ്ക്വാഡിലേക്ക് നെയ്മറെ എടുക്കണമെന്ന് തീരുമാനിക്കുന്നതും അന്നാണ്. അതായത് നെയ്മറെ എടുക്കണം എന്ന് തീരുമാനം വരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ചയിലെ ആ ഒരു വീഡിയോ കോൾ സംഭാഷണത്തിന് ശേഷം. കാർലോ ആഞ്ചലോട്ടിയും ദേശീയ ടീമിൻ്റെ ഡയറക്ടർ റോഡ്രിഗോ കെയ്റ്റാനോയും ഒരുമിച്ചാണ് നെയ്മർ ജൂനിയറെ വീഡിയോ കോളിൽ വിളിച്ചത്. എന്നിട്ട് വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നു. 2023 ശേഷം നെയ്മർ ബ്രസീൽ ടീമിലേക്ക് എത്തിയിട്ടില്ല, ബ്രസീൽ ടീമിൻ്റെ ക്യാമ്പിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ തിരികെ ബ്രസീൽ ടീമിലേക്ക് വരുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ ഒന്നാമത്തെ കാര്യം പറഞ്ഞത് നോ ക്യാപ്റ്റൻസി. നെയ്മർക്ക് ഈ വേൾഡ് കപ്പിൽ ക്യാപ്റ്റൻ്റെ ആംബാൻഡ് ഉണ്ടാവൂല, ക്യാപ്റ്റൻ ആക്കൂല. രണ്ടാമത്തെ കാര്യം സബ്സ്റ്റിറ്റ്യൂട്ട് റോളാണ്. ആഞ്ചലോട്ടി വളരെ കൃത്യമായിട്ട് പറയുന്നു, സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ നെയ്മർ ജൂനിയർ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇനീഷ്യലി അദ്ദേഹത്തെ സ്റ്റാർട്ടർ ആക്കില്ല. നെയ്മർ ബെഞ്ചിലായിരിക്കും ഉണ്ടാവുക, വേണമെങ്കിൽ കളിക്കളത്തിലേക്ക് ഇറക്കും. ഇത് തുടക്കത്തിലെ കാര്യമാണ്, പിന്നെ എന്താവുന്നുള്ളത് കണ്ടറിയണം. ദെൻ സോഷ്യൽ മീഡിയയിൽ അനാവശ്യമായി പോസ്റ്റ് ചെയ്തിട്ട് കൂടുതൽ എക്സ്പോസ് ആവുന്നത് ഒഴിവാക്കണം. അതുപോലെ തന്നെ ഗൈഡ് ലൈൻസ്, എങ്ങനെയാണ് ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ ക്യാമ്പിൽ പെരുമാറേണ്ടത്, അതിൻ്റെ ഗൈഡ് ലൈൻസും നെയ്മറോട് പങ്കുവെച്ചു സംസാരിച്ചു. മറുഭാഗത്ത് നെയ്മർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അത്രേ ഇങ്ങനെ നേരിട്ട് ആഞ്ചലോട്ടി വിളിക്കുമെന്ന്. ആഞ്ചലോട്ടിയും റോഡ്രിഗോ കെയ്റ്റാനോയും ഇങ്ങനെ നേരിട്ട് വിളിക്കുമെന്ന് നെയ്മർ കരുതിയിരുന്നില്ല. അദ്ദേഹം ഒരു ചിരിയുമായിട്ട്, വളരെ സന്തോഷത്തിൻ്റെ, അപ്രതീക്ഷിതമായിട്ട് കാര്യം സംഭവിച്ചതിൻ്റെ സന്തോഷത്തിൻ്റെ ചിരിയുമായിട്ടിരുന്നു. എന്നിട്ട് നെയ്മർ ജൂനിയറുടെ റോൾ അവിടെ ഡിമിനിഷ് ആവുകയാണെന്ന് പറഞ്ഞാൽ ടീമിലെ സ്റ്റാർഡമൊന്നുമില്ല, ഒരു സാധാരണ താരമായിട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ നെയ്മർ തിരിച്ചു പറഞ്ഞ മറുപടി, എങ്ങനെയായാലും വേണ്ടില്ല, എനിക്ക് വേൾഡ് കപ്പ് കളിക്കണം, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ടീമിന് എന്ത് ഹെൽപ്പ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാനായിരിക്കും ഞാൻ ഉണ്ടാവുക, അല്ലാതെ കളിക്കളത്തിലെ എൻ്റെ സ്റ്റാറ്റസ് അല്ല എനിക്ക് പ്രശ്നം, ടീമിനെ എനിക്ക് സഹായിക്കണം, അതാണ് എനിക്ക് വേണ്ടതെന്ന് നെയ്മർ തിരിച്ചു പറഞ്ഞു. അപ്പോൾ നെയ്മറുടെ ഈ കോപ്പറേറ്റീവ് പോസ്ചറും ഹംബിളായിട്ടുള്ള പെരുമാറ്റവും ഒക്കെ കണ്ടപ്പോൾ ആഞ്ചലോട്ടി കൺവിൻസ്ഡായി, അദ്ദേഹത്തെ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചു എന്നാണ് ഇപ്പോൾ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ആ തീരുമാനമൊക്കെ എടുത്തതിന് ശേഷമാണ് ആ പരിക്ക് കോർട്ടിബയ്ക്കെതിരെയുള്ള കളിയിൽ സംഭവിക്കുന്നത്, കാഫിന് പ്രശ്നം വരുന്നത്. അപ്പോൾ ആഞ്ചലോട്ടിക്ക് വീണ്ടും സംശയമായി. പക്ഷേ കൃത്യമായിട്ട് CBFൻ്റെ ഓർഡർ വന്നു സാൻഡോസിന്, ആ കാഫിൻ്റെ പ്രശ്നങ്ങൾ ഉടനെ പരിശോധിക്കണം, എന്നിട്ട് റിപ്പോർട്ട് കൊടുക്കണമെന്ന്. അങ്ങനെ റിപ്പോർട്ട് കിട്ടിയപ്പോൾ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഇല്ലെന്ന് മനസ്സിലാക്കിയതോടുകൂടിയാണ് ആഞ്ചലോട്ടി ഇന്നലെ നെയ്മറെ സ്ക്വാഡിലേക്ക് എടുത്തിരിക്കുന്നത്. ഇതൊക്കെയാണ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ബിഹൈൻഡ് ദി സീനിൽ സംഭവിക്കുന്നുണ്ട്. അതൊക്കെ കൃത്യമായ ആധികാരികമായ സോഴ്സുകളിൽ നിന്ന് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് റാഫ് ടോക്സ് ചെയ്യുന്നത്. യെസ്, ഈ വേൾഡ് കപ്പ് നമ്മൾ പൊളിച്ചെടുക്കണോ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം.